ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 3 ചേരുവകൾ കൊണ്ട് ഒരു ക്രീമിയായ അടിപൊളി ഐസ്ക്രീം നമുക്ക് തയ്യാറാക്കിയാലോ? പെട്ടെന്നുണ്ടാക്കാം, വാ. മാമ്പഴക്കാലമല്ലേ, അപ്പോൾ ഈ ചൂടത്ത് കഴിക്കാൻ നല്ല തണുത്ത ക്രീമിയായ ഒരു മാമ്പഴ ഐസ്ക്രീം ആയാലോ? കടയിൽ നിന്നും വാങ്ങേണ്ട ഒരു 3 ചേരുവകൾ കൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഒട്ടും തരികൾ ഇല്ലാത്ത പെർഫെക്റ്റായ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ? ഈ മാങ്ങ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ച മാങ്ങയാണ്. ഹോം മെയ്ഡ് മാംഗോ ഐസ്ക്രീം റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. നമ്മുടെ മാങ്ങ ചെത്തിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അൽഫോൺസാം എന്ന് പറയുന്ന മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാങ്ങയിൽ തീരെ നാരുകളില്ല. കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള മാങ്ങ മേടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഏത് മാങ്ങയാണെങ്കിലും കുഴപ്പവുമില്ല. അപ്പോൾ നമ്മുടെ മാങ്ങ ചെറുതായി കട്ട് ചെയ്ത് ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ പഞ്ചസാരയും മാങ്ങയും ഒക്കെ ഒന്ന് യോജിച്ച് നല്ലവണ്ണം ആ പഞ്ചസാര നമ്മുടെ മാംഗോയിൽ പിടിച്ചു കിട്ടണം. എന്നാൽ മാങ്ങക്ക് ഈ ഐസ്ക്രീമിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. വെറുതെ മാങ്ങ കട്ട് ചെയ്ത് മിക്സിയിൽ അരച്ചാലും മതി കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഐസ്ക്രീമിന് കിട്ടുക. പഞ്ചസാരയൊക്കെ മെൽറ്റായി ഇതുപോലെ പതപതയേന വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ പതപതേന വരുന്ന പഞ്ചസാരയുടെ ഇതൊക്കെ വറ്റിയിട്ട് നമുക്ക് നമ്മുടെ മാങ്ങ പെർഫെക്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ചൂടാറാനായി മാറ്റി വെക്കാം. നമ്മുടെ മാങ്ങ നല്ലവണ്ണം ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ട് മാറ്റി വെക്കാം. ഇനി രണ്ടാമതായി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം നമുക്ക് നല്ലവണ്ണം അടിച്ചെടുത്ത് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. ഇതുപോലെ എല്ലാവരും ഒന്ന് ഐസ്ക്രീം ഉണ്ടാക്കാൻ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങ അടിച്ചെടുത്തത് ആ പൾപ്പ് ഇട്ട് കൊടുക്കാം. ആ പൾപ്പും നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ആയിട്ട് നല്ലവണ്ണം നമുക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെ ഐസ്ക്രീം ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള വിപ്പിംഗ് ക്രീമും മാംഗോയുടെ പൾപ്പും ഒക്കെ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൂന്നാമതായി വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അതും എന്നിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഐസ്ക്രീം നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാങ്ങ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ ഐസ്ക്രീമിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ യോജിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. ഇതും നമ്മൾ പഞ്ചസാര ഇട്ടിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അല്ലെങ്കിൽ വെറുതെയും പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം, അതിലും ടേസ്റ്റ്. ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് പഞ്ചസാര ഇട്ട് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതേ കൺസിസ്റ്റൻസിയിൽ കിട്ടണം. കണ്ടോ, ഇപ്പോൾ ചാടുന്നൊന്നുമില്ല, നമ്മൾ അതിൽ നിന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളാക്കി ഇട്ട് വെച്ച മാങ്ങയുണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്കും ഐസ്ക്രീമിൻ്റെ ബാറ്റർ ശരിയാക്കിയതിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് എല്ലാ ഭാഗത്തും നമുക്ക് ചെറുതായിട്ട് മാംഗോ ഇങ്ങനെ കടിക്കാൻ കിട്ടുകയുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്യാം. ഇനി ഇത് 8 മുതൽ 10 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ഈ ഐസ്ക്രീം കഴിക്കാനായി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മോനൊക്കെ തോണ്ടി തിന്നുന്നുണ്ട്. ഒരു ഓവർനൈറ്റാണ് ഞങ്ങളിത് ഫ്രീസറിൽ വെച്ചിരുന്നത്. നമ്മുടെ ഐസ്ക്രീം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. യാതൊരുവിധ ഫിസർഫൈറ്റീസും ചേർക്കാത്ത ഹോം മെയ്ഡ് മാംഗോ ഐസ്ക്രീമാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അസാധ്യ ടേസ്റ്റുമാണ്. തീർച്ചയായും മസ്റ്റായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ദാ ഒന്ന് നോക്ക്, നമ്മുടെ സൂപ്പർ സോഫ്റ്റ് മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അവധിക്കാലത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് കയറി നോക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും, ഓൾ ടാറ്റാ, ബൈ ബൈ.